ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടല്ല, പകരം കണവ അല്ലെങ്കിൽ കൂന്തൽ അതെങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. ഒരുവിധം എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, പക്ഷെ അറിയാത്തതായി കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അതാ എനിക്കിപ്പോൾ ഇതുപോലെ ചെറിയ കൂന്തലിന് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ കൂന്തലെടുത്തിട്ട് അതിൻ്റെ ഹെഡ് ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് ബാക്കിൽ പ്രസ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് വലിച്ചാൽ മതി, അത് ഹെഡ് മുഴുവനായിട്ട് ഇങ്ങോട്ട് പോന്നോളും. ഈ ഹെഡൊക്കെ നമ്മൾ എടുക്കും കറിക്ക് നല്ല ടേസ്റ്റിയാണ് ഹെഡ്. അത് ക്ലീനിങ് കാണിച്ചു തരാം. ഇനി നമുക്ക് അതിൻ്റെ ഈ ഒരു പോർഷൻ ക്ലീൻ ചെയ്ത് എങ്ങനെയാണ് നോക്കാം. ആദ്യം ഞാൻ ഇതുപോലെ ഒരു സ്റ്റിക്ക് കണ്ടോ എല്ലാ കൂന്തലിലും ഉണ്ടാവും, അതൊന്ന് മാറ്റിവയ്ക്കാം. അതിൻ്റെ ഉള്ളിൽ നല്ലോണം ക്ലീൻ ചെയ്യാം. അതിൻ്റെ ഉള്ളിലത്തെല്ലാം നമ്മൾ പുറത്തേക്ക് എടുത്ത് കളയാം. അത് നമ്മൾ എടുക്കില്ല ഇതിലേക്ക്. നമുക്ക് സ്കിന്ന് കളയാനായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി, സ്കിന്ന് പെട്ടെന്ന് പോന്നോളും. ഈ കൂന്തലിലൊക്കെ ക്ലീനിങ് വളരെ എളുപ്പമാണ്. നമ്മൾ വിചാരിക്കും നല്ല ബുദ്ധിമുട്ടാണ്, പക്ഷേ നല്ല എളുപ്പമാണ് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ കൂന്തലിൻ്റെ സ്കിന്നൊക്കെ അങ്ങനെ പോന്നോളും. അപ്പോൾ ഇത് ചെറിയ കൂന്തലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട്. വലിയ കൂന്തലൊക്കെ ആണെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. നല്ലോണം സ്കിന്ന് റിമൂവ് ചെയ്യണം. സൈഡിൽ കണ്ട ആ ചിറക് പോലെ സംഭവം അതിലൊക്കെ നല്ലോണം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലോണം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് വടിച്ചു കഴിഞ്ഞാൽ പോന്നോളും. അതിപ്പോൾ നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കതിൻ്റെ ഹെഡ് എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം. കണ്ട ഇതിന് ഹെഡ്. അപ്പോൾ അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ ഒരു മഷി പോലത്തെ സംഭവം ഉണ്ടാവും. എല്ലാ കൂന്തലുണ്ടാവും മഷി. ഇത് പൊട്ടാതിരിക്കുന്നതല്ല, പൊട്ടാതെ ശ്രദ്ധിക്കുക നമ്മൾ. അതാണ് ഞാൻ പതുക്കെ ഹെഡ് റിമൂവ് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് നമുക്ക് ആദ്യം ആ പോർഷൻ കട്ട് ചെയ്ത് കളയാം. അത് ആദ്യം നമുക്കത് ആവശ്യമില്ല നമ്മൾ കറിക്ക്, അത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയാം. ആ മഷി പൊട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളുടെ സ്ക്വിഡ് ക്ലീനിങ്ങിലൊക്കെ ഭയങ്കര എല്ലാത്തിനും ഇതേപോലെ മഷി നമ്മളെ കൈമ്പലും എല്ലാത്തിനും നിറച്ച് മഷിയാവും. നമുക്ക് ഈ ഹെഡിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ചെറിയൊരു ഇങ്ങനെ എന്താ ഒരു സാധനം കാണാം. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കളയാം. അത് നമ്മൾ എടുക്കരുത് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് കളയാം. അതുപോലെ ആ ബാക്കിയുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് ജസ്റ്റ് റിമൂവ് ചെയ്ത് കളയാം. ചിലർ ഈ തല കംപ്ലീറ്റ് എടുക്കില്ല. ഇപ്പം പ്രത്യേകിച്ച് ചെറിയ കൂന്തലൊക്കെ ആകുമ്പോൾ തല കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. പക്ഷെ ഞാനിവിടെ തല എടുക്കുന്നുണ്ട്, പക്ഷെ ഇതിൻ്റെ കണ്ണെടുക്കുന്നില്ല. അത് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇതെടുക്കുന്നവരുണ്ട്. അത് കട്ട് ചെയ്ത് ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് സ്കിന്നൊക്കെ ഉണ്ടാവും, അതും നമുക്കൊന്ന് ജസ്റ്റ് കളയാം. ഇതുപോലെ ഇതിനകത്തുണ്ടൊന്ന് ജസ്റ്റ് മാന്തി കൊടുത്താൽ മതി, അത് പോയിക്കോളും. അല്ലെങ്കിൽ കത്തി കൊണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ അത് പോയിക്കോളും. മുഴുവനും കണ്ട അത് മുഴുവൻ ഞാൻ കളഞ്ഞു. നമുക്കത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. സ്ക്വിഡ് ജസ്റ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കറി വയ്ക്കുന്നവർക്ക് ഈ ഒരു മെത്തേഡിൽ ക്ലീൻ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് ഒന്ന് കാണാം. ഇതാണ് ഒന്നുകൂടി ഈസി മെത്തേഡ്. ഇപ്പോൾ ബോക്സ് ഷേപ്പ് സ്ട്രെയിറ്റിലൊക്കെ കട്ട് ചെയ്യുന്നവർക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് സ്കിന്ന് കളയാം. സ്കിന്ന് കളഞ്ഞിട്ടുണ്ട് ഞാൻ. ഇനി നടു കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ മറ്റേതിൽ നടു കട്ട് ചെയ്തില്ല, കാരണം നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് നടു കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യാം. മറ്റേത് ജസ്റ്റ് നമ്മൾ കൈ ഉള്ളിലിട്ടിട്ട് വേസ്റ്റ് കളയുക ചെയ്തത്. ഇതിപ്പോൾ സ്ട്രെയിറ്റ് കട്ട് ചെയ്തിട്ട് ആ മുഴുവനും അതിലത്തെ വേസ്റ്റും ആ ബ്ലേഡ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയാം, അതും കംപ്ലീറ്റ് മാറ്റി വയ്ക്കാം. പിന്നെ ഹെഡ് ക്ലീൻ ചെയ്യുന്നത് ഞാൻ മുമ്പ് കാണിച്ചു, അത് സെയിം പോലെ തന്നെ ക്ലീൻ ചെയ്യാം. സ്കിന്നൊക്കെ തീരെ ഇല്ലാതെ നോക്കുക, നല്ലോണം ക്ലീൻ ചെയ്യണം. നമുക്ക് സൈഡിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 2 മെത്തേഡ് കഴിഞ്ഞു. ഇനി നമുക്കത് കട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് കാണിച്ച മെത്തേഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്താണ് ആദ്യം കാണിക്കുന്നത്. അത് നമുക്ക് ആ 2 ചിറക് പോലത്തെ സംഭവമുണ്ട് സൈഡിലത്തെ, അത് രണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇതൊക്കെ നമുക്കറിയില്ല, ഇടയും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ ഒരു കട്ടിങ് ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്യാം. പലരും പല രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇനി അടുത്ത രീതി കാണാം. നമുക്ക് ഇതുപോലെ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. ഇത് ഞാൻ സെക്കൻഡ് ക്ലീനിങ്ങിന് കാണിച്ചില്ല, ആ ഒരു മെത്തേഡിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം നീളനെ. അതുപോലെ വേറൊരു മെത്തേഡിന് ഇതുപോലെ ബോക്സസ് ആയിട്ട് കട്ട് ചെയ്യാം. ചെറിയ ചെറിയ ബോക്സസ് പോലെ കിട്ടും. നമുക്ക് സ്ട്രെയിറ്റ് കട്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോക്സസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തിട്ടെടുക്കാം.
എല്ലാ മെത്തേഡും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.